ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ തുടരന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. റിപ്പോർട്ടിൽ 13 സാക്ഷികളെ പുതുതായി ഉൾപ്പെടുത്തി. ദൃശ്യങ്ങളുടെ ആധികാരികത ഉറപ്പിക്കാൻ ശാസ്ത്രീയ പരിശോധന വേണമെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചു. നിഖിൽ അളവൂർ വിവരങ്ങളുമായി ചേരുകയാണ്. നിഖിൽ, കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രിയെ നവീൻ ബാബുവിന്റെ കുടുംബം കണ്ട് CBI അന്വേഷണം അടക്കമുള്ള കാര്യം ആവശ്യപ്പെട്ടത്. ഇപ്പോൾ പ്രോസിക്യൂഷൻ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്? സ്വാതി, കോടതി നിർദ്ദേശപ്രകാരമാണ് ADM നവീൻ ബാബു ജീവനൊടുക്കിയ കേസിലെ 4 പോയിന്റുകളിൽ ഈ അന്വേഷണ സംഘത്തോട് തുടരന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നത്. അതുപ്രകാരം നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ടാണ് ഇന്നിപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ 13 സാക്ഷികളെ കൂടി ഈ കേസിന്റെ ഭാഗമായി ഉൾപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പ്രധാനമായും കോടതി നിർദ്ദേശിച്ച കാര്യങ്ങൾ, ഒന്ന്, ഈ കൊയ്യം സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് ഈ പെട്രോൾ പമ്പിന് അപേക്ഷ നൽകിയ പ്രശാന്തൻ, TV പ്രശാന്തൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ലോൺ എടുത്തിരുന്നു സ്വർണം പണയം വെച്ചുകൊണ്ട്. അതിൽ നിന്ന് കിട്ടിയ പണമാണ് നവീൻ ബാബുവിന് നൽകിയത് എന്നതായിരുന്നു പ്രശാന്തൻ നൽകിയ മൊഴി. അതുകൊണ്ട് തന്നെ ആ ലോണുമായി ബന്ധപ്പെട്ട, അതായത് കൊയ്യം സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് സ്വർണം പണയം വെച്ചെടുത്ത ലോണുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അതിൻ്റെ രേഖകൾ ഉൾപ്പെടെ ശേഖരിക്കണം എന്നതായിരുന്നു കോടതിയുടെ ഒരു നിർദ്ദേശം. ആ രേഖകൾ ശേഖരിച്ച് ഇപ്പോൾ കോടതിക്ക് മുൻപാകെ ഈ റിപ്പോർട്ടിനൊപ്പം സമർപ്പിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഈ കേസ് നടക്കുന്നത്, അതായത് നവീൻ ബാബു ജീവനൊടുക്കുകയും PP ദിവ്യ ആരോപണ വിധേയയാവുകയും ചെയ്തതിന് പിന്നാലെ പുറത്തു വന്ന ചില CCTV ദൃശ്യങ്ങളുണ്ടായിരുന്നു. പ്രധാനമായും പള്ളിക്കുന്നിലെ നവീൻ ബാബു താമസിച്ചു കൊണ്ടിരുന്ന ക്വാർട്ടേഴ്സിനടുത്ത് നിന്നുള്ളതായിരുന്നു ആ ദൃശ്യങ്ങൾ. ആ ദൃശ്യങ്ങളിൽ നവീൻ ബാബുവും ഒപ്പം തന്നെ ഈ പെട്രോൾ പമ്പിന് അപേക്ഷ നൽകിയ TV പ്രശാന്തനും ആ ദൃശ്യങ്ങളിലുണ്ട്. അത് പണം കൈമാറുന്നതിന് വേണ്ടിയാണ് പോയത് എന്ന തരത്തിലായിരുന്നു അതിൽ ഒരു വ്യാഖ്യാനമുണ്ടായിരുന്നത്. ആ ദൃശ്യങ്ങളുടെ ആധികാരികത ഉറപ്പിക്കണം എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായി ഇപ്പോൾ പോലീസ് ആവശ്യപ്പെടുന്ന ഒരു കാര്യം. അതിൽ പറയുന്ന കാര്യങ്ങൾ, ഈ ദൃശ്യങ്ങളുടെ ആധികാരികത ഉറപ്പിക്കാൻ ശാസ്ത്രീയ പരിശോധന വേണം. ഇതിൻ്റെ എഡിറ്റ് ചെയ്യാത്ത പൂർണ്ണ രൂപം സമർപ്പിക്കണമെന്നതായിരുന്നു കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ആ ദൃശ്യങ്ങൾ ഈ റിപ്പോർട്ടിനൊപ്പം സമർപ്പിച്ചു. അതിനൊപ്പമാണ് കോടതി പറയുന്നത്, ഈ പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്തതല്ല എന്ന കാര്യം ഉറപ്പിക്കാൻ ശാസ്ത്രീയ പരിശോധന വേണം എന്നൊരാവശ്യമുണ്ട്. മറ്റൊന്ന്, കോടതി ആവശ്യപ്പെട്ടിരുന്നത് പ്രധാനപ്പെട്ട രേഖ എന്ന രീതിയിൽ ഈ സംഭവം നടക്കുന്നതിന് കുറച്ച് മുന്നേ മുതലുള്ള CDR വിവരങ്ങളായിരുന്നു. അതായത് PP ദിവ്യ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണുകളുടെ എല്ലാം തന്നെ CDR വിവരങ്ങളായിരുന്നു. അത്തരത്തിൽ 2 മൊബൈൽ നമ്പറുകളാണ് PP ദിവ്യ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ആ നമ്പറുകളുടെ CDR വിവരങ്ങൾ കോടതി ആരാഞ്ഞിരുന്നു. അങ്ങനെ ആരാഞ്ഞത് പ്രകാരം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഈ പറഞ്ഞ കാലയളവിലെ മുഴുവൻ രേഖകളും വ്യക്തമാക്കാൻ കഴിയില്ല എന്ന് സർവീസ് പ്രൊവൈഡറായ BSNL അറിയിച്ചിട്ടുണ്ട് എന്നാണ് ഇന്നിപ്പോൾ സമർപ്പിച്ചിരിക്കുന്ന ഈ തുടരന്വേഷണ റിപ്പോർട്ടിൽ പ്രോസിക്യൂഷൻ പറഞ്ഞിരിക്കുന്നത്. അത് അങ്ങനെ സമർപ്പിച്ചപ്പോൾ കോടതി ചോദിച്ചത്, ഈ സർവീസ് പ്രൊവൈഡർക്ക് അവരുടെ നിയമങ്ങൾ അനുസരിച്ച് ഈ പറയുന്ന 2 വർഷക്കാലത്തേക്കുള്ളതാണ് നൽകാൻ കഴിയുന്നത് എങ്കിൽ പോലും കമ്മീഷണർ ഉൾപ്പെടെയുള്ള ആളുകൾ, അല്ലെങ്കിൽ പോലീസിൻ്റെ കയ്യിൽ ഈ കൃത്യമായ രേഖകൾ ഉണ്ടാവില്ലേ ഈ ആവശ്യപ്പെട്ട സമയത്ത് എന്നൊരു ചോദ്യം കോടതി ചോദിച്ചു. അതിലൊരു വ്യക്തത വരുത്തി 1-ാം തീയതി ഈ കേസ് പരിഗണിക്കാം, അല്ലെങ്കിൽ റിപ്പോർട്ട് പരിഗണിക്കാം എന്നുകൂടിയാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ CBI അന്വേഷണം എന്ന ആവശ്യമൊക്കെ ഒരു ഭാഗത്ത് ഇപ്പോൾ വീണ്ടും സജീവമാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനിടയിലാണ് ഈ തുടരന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഈ കോടതി ഇതിൽ മിസ്സിംഗ് എന്ന് കണ്ടെത്തിയ ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ കോടതിക്ക് ഒരു വ്യക്തത ആവശ്യമുണ്ടായിരുന്ന 4 പോയിന്റുകൾ, അതൊന്ന് ഈ ലോണുമായി ബന്ധപ്പെട്ടതാണ്, മറ്റൊന്ന് CCTV ദൃശ്യങ്ങളാണ്, മറ്റൊന്ന് CDR വിവരങ്ങളായിരുന്നു. PP ദിവ്യ ഉപയോഗിച്ച മുഴുവൻ ഫോണുകളുടെയും കോൾ ഡീറ്റെയിൽസ് ശേഖരിച്ചില്ല എന്നതായിരുന്നു നവീൻ ബാബുവിൻ്റെ കുടുംബം പറഞ്ഞിരുന്ന ഒരു കാര്യം. അതുപ്രകാരമാണ് ഈ തുടരന്വേഷണത്തിൻ്റെ ഭാഗമായി ഇതുകൂടി ശേഖരിക്കാൻ പറഞ്ഞത്.